ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലെങ്കിലും പൊട്ടറ്റോയും വെണ്ടയ്ക്കായും വെച്ച് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചോറിൻ്റെ സൈഡ് ഡിഷാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ പൊട്ടറ്റോയും വെണ്ടയ്ക്കായും കൂടിയുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. പൊട്ടറ്റോയും വെണ്ടയ്ക്കയും കൂടെ മെഴുക്ക് പുരട്ടി വെക്കുന്നതിന് ഞാൻ 250 ഗ്രാം വെച്ച് രണ്ടും എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ബാച്ചിലേഴ്സിന് പോലും ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പൊട്ടറ്റോയും വെണ്ടയ്ക്കായും കൂടെ മെഴുക്ക് പുരട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് രുചിയുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഇത്. നല്ല മോരുകറിയുടെയൊക്കെ കൂടെ ഉച്ചയൂണിന് പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇതിലേക്ക് നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമുക്കൊന്ന് വെന്തെടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെന്ത് കഴിയുമ്പം ഒട്ടും വെള്ളം ഉണ്ടാകരുത്. നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വരുന്ന ഈ പൊട്ടറ്റോയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെള്ളമെല്ലാം വറ്റി ഒന്ന് ഉരുളക്കിഴങ്ങ് വെന്തെടുക്കാം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഈ പൊട്ടറ്റോയിലെ വെള്ളമൊക്കെ വറ്റിയൊന്ന് നോക്കാം. ഏതാണ്ട് 3/4 വേവോളമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയില്ലാത്തവർ വെളുത്തുള്ളി ചതച്ചിട്ടാലും മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വേവിക്കരുത്. തുറന്നിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും എല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് തന്നെ, വെളുത്തുള്ളിയൊക്കെ ചേർത്തതുകൊണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ചോറിൻ്റെ സൈഡ് ഡിഷാണ് റെഡിയാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.